നാടകമേ ഉലകം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വീണ്ടും പിണറായി സർക്കാരും വികട യാക്കോ കുഞ്ഞുങ്ങളും തമ്മിൽ നടത്തുന്ന നാടകം ഇന്ന് ചെറുകുന്നം പള്ളിയിലാണ് അരങ്ങേറിയത്. എരിക്കുംചിറ, മംഗലഡാം പള്ളികളിലും സെറ്റിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി പൂട്ടിക്കിടന്ന ചെറുകുന്നം പള്ളിയിൽ സുപ്രീം കോടതി വിധി ഈ വരുന്ന 26-ാം തീയതിക്ക് മുൻപ് നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ശക്തമായ താക്കീത് സർക്കാരിന് നൽകിയപ്പോൾ RDO താക്കോല് വാങ്ങി ഓർത്തഡോക്സ് സഭയുടെ വികാരിയെ ഏൽപ്പിച്ചു. ഇനിയാണ് ട്വിസ്റ്റ്. ഇന്ന് രാവിലെ വിധി നടത്തിപ്പിനായി മലങ്കര സഭയുടെ വിശ്വാസികൾ ചെന്നപ്പോൾ ദേണ്ട പള്ളിക്കകത്ത് പണ്ടാരമുടങ്ങാൻ കുറേ യാക്കോ കുഞ്ഞുങ്ങൾ ഉപവാസ യജ്ഞം നടത്തുന്നു. അതിനു മുൻപിലാവട്ടെ എട്ടും പൊട്ടും തിരിയാത്ത പാവം കുട്ടികളും സ്ത്രീകളും. അവർക്കിതെന്തുവാണെന്ന് പോലും അറിയില്ല, എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. സൺഡേ സ്കൂൾ കുട്ടികളെ മുന്നിൽ കവചമാക്കി നിർത്തി ഈ നാടകം നടത്താൻ യാക്കോ കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, അതായത് റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇത്തരത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും മുന്നിൽ നിർത്തുമ്പോൾ വിധി നടത്തിപ്പിന് കാലതാമസമുണ്ടെന്ന് വരുത്തി തീർത്ത് കോടതിയെ കബളിപ്പിക്കാൻ, അതിനുവേണ്ടിയാണ്, അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ല. അതിന് അവരെ സഹായിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ. സർക്കാർ പുത്തൻകുരിശ് ടീം നടത്തുന്ന ഈ നാടകം ഇനി ഒരു കോടതിയും അനുവദിച്ചു തരുമെന്ന് കരുതണ്ട. രാവിലെ വിധി നടപ്പാക്കാൻ RDOയും സംഘവും ചെന്നപ്പോൾ വികട യാക്കോ കുഞ്ഞുങ്ങളുടെ വൈദികരും അണികളും പറയുന്നത് അവർക്ക് ഈ രാജ്യത്തെ മൗലിക അവകാശം വേണമെന്നാണ്. അങ്ങനെ പറയുന്നവർ പക്ഷേ കോടതി വിധി അംഗീകരിക്കാൻ തയ്യാറല്ല. നിയമം അംഗീകരിക്കാൻ തയ്യാറാകാതെ മൗലിക അവകാശം വേണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. അതും കേട്ട് നമ്മുടെ സ്വന്തം നമ്പർ 1 പോലീസ് വാപൊത്തിച്ചിരിക്കുന്നു. രാജ്യത്തെ പരമോന്നത കോടതി വിധികൾ രാജ്യത്തെ നിയമമാണെന്നിരിക്കെ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ തയ്യാറല്ലെന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയുന്ന അന്ത്യോക്യൻ അടിമകൾക്ക് കാവൽ നിൽക്കാനാണോ ഈ നമ്പർ 1 പോലീസ്, അതായത് കേരള പോലീസ്? അറിയാൻ മേലഞ്ഞ് ചോദിക്കുക. ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങുന്ന പോലീസിന് നാണമില്ലേ? ഏതോ രാജ്യത്തെ നിയമം ഇവിടെ നടപ്പിലാക്കണമെന്ന് പറയുന്ന ആളുകൾ അവർക്കിങ്ങനെ കുടപിടിച്ച് നിൽക്കാൻ നാണമില്ലേ പോലീസേ എന്ന് ചോദിക്കുകയാണ്. എരിക്കുംചിറ, മംഗലഡാം ഉൾപ്പെടെ 6ഓളം പള്ളികളിൽ ജൂൺ 26-ന് മുൻപ് വിധി നടപ്പിലാക്കാൻ ഹൈക്കോടതി അന്ത്യശാസനം കേരള സർക്കാരിന് നൽകിയപ്പോൾ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞ AGയെ കോടതി കഴിഞ്ഞ ആഴ്ച നിർത്തിപ്പൊരിച്ചു. അതുകൊണ്ടാണ് സർക്കാർ സ്പോൺസേഡ് നാടകം രാവിലെ ചെറുകുന്നം പള്ളിയിൽ നടപ്പാക്കി സർക്കാർ ഉരുണ്ട് കളിക്കുന്നത്. 2019-ൽ ശബരിമല വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്നപ്പോൾ നടപ്പിലാക്കാൻ തിടുക്കം കാട്ടിയ പിണറായി സർക്കാർ എന്തേ വികട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിട്ടും അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്തത്? എന്ത് ലാഭം കണ്ടിട്ടാണ് പാത്രി മണ്ണുണ്ണികൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്? വോട്ട് ബാങ്കാണ് ലക്ഷ്യമെങ്കിൽ മലങ്കര സഭ ചില ലക്ഷ്യങ്ങളോടെ ഇനി കളത്തിലിറങ്ങിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ അടിയേക്കാളും വലിയ അടി ഇനിയും നേരിടേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. അതിനുവേണ്ട ശക്തി സംഭരിച്ചു വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ ജയിച്ച പല സീറ്റുകളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കയ്യും കെട്ടി നിന്ന് നോക്കിക്കാണാം നിങ്ങൾക്ക്. ഗ്യാലറിയിൽ മലങ്കര സഭാ മക്കളും ഉണ്ടാകും. സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിന്മേൽ ഹൈക്കോടതിയുടെ എക്സിക്യൂഷൻ ഓർഡറുമായും നിയമപ്രകാരം വിധി നടപ്പാക്കാനെത്തുന്ന പോലീസിനെ തടയാൻ വേണ്ടി മനുഷ്യ കവചമായി പിഞ്ചു കുഞ്ഞുങ്ങളെ രാത്രി മുഴുവൻ ഇവിടെ ഇരുത്തി പീഡിപ്പിക്കുന്ന യാക്കോബായക്കാരുടെ പ്രവൃത്തി എത്ര ഹീനമാണ്. ശിശുക്ഷേമ വകുപ്പ് ഇത് കാണണം. ബാലാവകാശ കമ്മീഷൻ നടപടിയെടുക്കണം. സ്വമേധയാ കേസെടുക്കണം. തർക്കങ്ങളും കേസുകളും വാദിക്കേണ്ടത് കോടതിയിലാണ്. തെരുവിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തിയാകരുത്. കുഞ്ഞുങ്ങളുടെ കൈവിരൽ മുറിച്ച് രക്തം കൊണ്ട് ബാനർ എഴുതിപ്പിച്ചവർ, കുഞ്ഞുങ്ങളെ കൊണ്ട് ശവപ്പെട്ടി എഴുന്നള്ളിപ്പിച്ചവർ, പിതാക്കന്മാരുടെ കോലം കത്തിപ്പിച്ചവർ, ഇവിടെ കുഞ്ഞുങ്ങളെ മനുഷ്യ കവചമാക്കുന്നതിൽ പുതുമയില്ല. പടക്കഴുതകളെ നിങ്ങളെപ്പോലെ, നിങ്ങൾ ഭയക്കുന്ന പോലെ രാത്രിയിൽ ഇരുളിൻ്റെ മറവിൽ മതിൽ ചാടി മലങ്കര സഭ വരില്ല. അങ്ങനെയുണ്ടായ ചരിത്രവും മലങ്കര സഭയ്ക്കില്ല. അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ രീതിയുമല്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയാണെന്ന് പലകുറി കാണിച്ചു തന്നിട്ടുള്ളത് കേരള ജനതയ്ക്കറിയാം. തൃക്കുന്നത്ത് സെമിനാരിയിൽ ശ്രേഷ്ഠൻ്റെ നേതൃത്വത്തിൽ കാപ്പ ചുരുട്ടി അടിവസ്ത്രത്തിനുള്ളിൽ തിരികെ ഒളിപ്പിച്ച് കടത്തി
രാത്രിയിൽ ഇരുളിൻ്റെ മറവിൽ മതിൽ ചാടി കടന്ന് വാതിൽ തകർത്ത് കള്ളനെ പോലെ അകത്ത് കടന്ന് 5 മിനിറ്റ് കുർബാന ചൊല്ലി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച നിങ്ങളെപ്പോലെയാകും എല്ലാവരുമെന്ന പേടി കാണും നിങ്ങൾക്ക്. അന്ന് പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു, അല്ല ദൈവം പരാജയപ്പെടുത്തി. കോതമംഗലം ഖബർ പൊളിക്കാൻ നോക്കിയപ്പോഴും പോലീസ് ഇടപെട്ട് നിങ്ങളെ തുരത്തി ഖബർ സംരക്ഷിച്ചു. കേരള പോലീസിൻ്റെ മേൽ രാഷ്ട്രീയ കൂച്ചുവിലങ്ങില്ലെങ്കിൽ കോടതി നിർദ്ദേശപ്രകാരം വിധികൾ നടപ്പാക്കപ്പെടും, സംശയമില്ല. അതിനുള്ള ചുണക്കുട്ടികൾ ഇന്ന് കേരള പോലീസിലുണ്ട്. പക്ഷെ അവരുടെ കൈകൾ വിലങ്ങിട്ട് കെട്ടിയിരിക്കുകയാണ്. നേര് നിരങ്ങിയേ വരൂ. പൗലോസ് ദിദിയംബാവയുടെ വാക്കുകൾക്കിപ്പോഴും പ്രസക്തം തന്നെ. അപ്പോഴെങ്ങനെ നാടകം തുടരുകയാണ് അല്ലേ? ഇവിടെ അവസാനിക്കുന്നില്ല.